ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് എന്തൊക്കെയാണ് ഞാൻ കുക്ക് ചെയ്യുന്ന ഉച്ചത്തെ കുറച്ച് ഭക്ഷണത്തിൻ്റെയൊക്കെയുള്ള വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഉണക്ക ചെമ്മീനും അതേപോലെ തന്നെ ചക്കക്കുരു ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടിയിട്ട് തേങ്ങ അരച്ച് കറി വെക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സബോള കാര്യങ്ങളൊക്കെ ഞാൻ അരിഞ്ഞു വയ്ക്കുന്നുണ്ട്. ഒരു സബോളയൊക്കെ എടുത്താൽ മതി. ഒരു സബോള നന്നായി കുനുകുനാന്ന് കേട്ടോ ഞാൻ അരിയാറ്. അതിനുശേഷം തക്കാളി ഞാനിപ്പോൾ എല്ലാ കറിക്കും തക്കാളി മിക്സിയിൽ അടിച്ചാണ് എടുക്കാറ്. നുറുക്കി ഇങ്ങനെ ഇടാറില്ല, കട്ട് ചെയ്ത് ഇടാറില്ല. ഒന്നാമത്തെ കാര്യം എളുപ്പപ്പണിയാണ്. പിന്നെ ഒന്നും കൂടി നമുക്ക് ചാറിന് നല്ല കട്ടി തോന്നിക്കും അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ. അപ്പം ഞാൻ തക്കാളി എപ്പോഴും ഇറച്ചിക്കറിക്കായാലും മീൻ കറിക്കായാലും ഒക്കത്തിന് ഞാൻ തക്കാളി ഇങ്ങനെ മിക്സിയിലൊന്ന് പേസ്റ്റാക്കിയിട്ടാണ് ഞാൻ എടുക്കാറ് കേട്ടോ. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണക്കച്ചെമ്മീൻ്റെ തല കളയാന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ തലയടക്കം നമ്മൾ എടുക്കാറില്ല. തലയൊക്കെ കളഞ്ഞ് നന്നായി വൃത്തിയാക്കിയിട്ട് ക്ലീൻ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ എടുക്കാറുള്ളൂ. പിന്നെ തേങ്ങ വേണം, തേങ്ങയ്ക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ പൊട്ടിക്കാൻ കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് തേങ്ങ പൊട്ടിക്കാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കായിരുന്നു. ഇപ്പോൾ ഭയങ്കര എളുപ്പമായിട്ട്. ഈ ഒരു ചിരവ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ സ്ലാബുമൊക്കെ ഇങ്ങനെ ചാരി വെച്ചിട്ട് നമുക്ക് ചിരണ്ടാനായിട്ട് വളരെ എളുപ്പമാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ ഇങ്ങനെ വാഷ് ചെയ്ത് എടുത്തു വയ്ക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. തേങ്ങയൊക്കെ അരയ്ക്കാനായിട്ട് എടുക്കുന്നുണ്ട്. ഞാൻ തേങ്ങയുടെ കൂടെ കുറച്ച് ഉണക്കച്ചെമ്മീൻ അതിൽ നിന്ന് മാറ്റിയിട്ട് അതും കൂടിയിട്ട് അരയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറിക്ക് നല്ല സ്മെല്ലുണ്ടാവും. അപ്പം അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് ഉണക്കച്ചെമ്മീൻ കറി വയ്ക്കുമ്പോൾ. അപ്പോൾ ഒരു പ്രത്യേക സ്മെല്ല് നമുക്ക് കൂടുതലായിട്ട് കിട്ടും. അതിനുശേഷം ഞാൻ പിന്നെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കക്കുരു കുക്കറിലിട്ടിട്ട് വിസിലടിക്കുകയാണ് ചെയ്യാറ്. ഒരു 3 വിസിലൊക്കെ അടിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ വീണ്ടും ഉണക്ക ചെമ്മീൻ മുഴുവനായിട്ട് നമ്മൾ ഇടുന്നുണ്ട്. എന്നിട്ട് ഒരുമിച്ച് വിസിലടിക്കും. ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ കുക്കറിൽ വെക്കുകയാണ് കേട്ടോ. അപ്പം പുറത്ത് നല്ല മഴയാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നിൽക്കാത്ത മഴയാണല്ലേ. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ്? നല്ല മഴയുണ്ടോ? ഇവിടെ എന്തായാലും നല്ല മഴയാണ് പുറത്ത്. അപ്പോൾ ചട്ടി വെച്ചിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് ഫസ്റ്റ് സബോളയും പച്ചമുളകും വേപ്പിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കും കേട്ടോ. അപ്പോൾ ഈ സൈഡിൽ ചക്കക്കുരും ചെമ്മീനൊക്കെ വെന്തിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുത്തു സബോളയുടെ ഇതിൽ. അപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്ത്, എന്തോ മറന്നു കുറേ നേരമായി ഞാൻ ചിന്തിക്കുന്നു. അപ്പോഴാണ് ഓർമ്മ വന്നത് ഇഞ്ചി ഇട്ടിട്ടില്ല. ഇഞ്ചി ഇങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞിടാറുണ്ട്. അപ്പോൾ അതും കൂടി ആ സമയത്ത് ഇട്ട് നന്നായിട്ട് ബ്രൗൺ കളറാവുന്ന സമയത്താണ് ഞാൻ ആ തക്കാളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇടുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറിയിൽ സബോള തക്കാളി ഇതൊന്നും ഇങ്ങനെ മുഴുവനോടെ കിടക്കുന്നൊരു ഫീൽ ഉണ്ടാവില്ല. എല്ലാം ഇങ്ങനെ അലിഞ്ഞ് ചാറും നല്ല കുറുകി ഇങ്ങനെ നമുക്ക് കിട്ടും. ഇനി തക്കാളി നന്നായി വറ്റി വഴന്ന് വരുമ്പോൾ ഈ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടികളൊക്കെ ഇടും. പൊടി ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഫിഷ് മസാല, ഈ ഒരു ഫിഷ് മസാല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എല്ലാ മീൻ കറിയിലും ഈ ഒരു ഫിഷ് മസാല ഞാൻ ഉപയോഗിക്കാറുണ്ട്. പ്രമോഷനൊന്നുമല്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പം ഞാൻ എല്ലാ മീൻ കറിയിലും ഞാൻ വെക്കുമ്പോൾ ഈ ഒരു സംഭവമില്ലാണ്ട് എനിക്ക് പറ്റാത്ത അവസ്ഥയായിട്ടോ. അപ്പോൾ അതും കുറച്ച് ചേർക്കുന്നുണ്ട്. അതിന് കുടംപുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളമടക്കം അതിലോട്ട് ഒഴിക്കുകയാണ്. എന്നിട്ട് നന്നായി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക, നന്നായി വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച ഉണക്കച്ചെമ്മീനും ചക്കക്കുരു അതിലോട്ട് തട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക, ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ വെള്ളമടക്കത്തോടെയാണ് നമ്മളതിൽ ചേർക്കുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കുറുക്കി തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ അരപ്പ് തേങ്ങ ചെമ്മീനും അരച്ച് വെച്ചത് അതിലോട്ട് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അതൊന്ന് തിളയ്ക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക കേട്ടോ. കട്ടി നിങ്ങൾക്ക് അത്ര വേണ്ടാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഞാൻ കുറച്ചുകൂടി വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ അതവിടെ കിടന്ന് തിളക്കട്ടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു പപ്പടം വറുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ എൻ്റെ മൂത്ത പുത്രന് പപ്പടം ഇല്ലാണ്ട് പറ്റില്ല, നിർബന്ധ പപ്പടം. അപ്പോൾ ഞാൻ പപ്പടം വറുക്കുമ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ഈ ഒരു ട്രിക്ക് പഠിച്ചത്. പപ്പടത്തിൻ്റെ നടുവിലൂടെ ഒരു
തുളയ്ക്കുക. അപ്പം പപ്പടം ഇങ്ങനെ മുഴുവനായിട്ട് വീർത്ത് പൊന്തില്ല. അതൊന്ന് നല്ലൊരു ട്രിക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ ആകെപ്പാടെ ഇങ്ങനെ ഒരു പോളായിട്ട് നിൽക്കില്ലേ, അങ്ങനെ നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ നടുവിൽ തുള കുത്തണത്. അപ്പോൾ കറി അവിടെ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് പാത്രങ്ങൾ ഞാൻ അപ്പോൾ പാത്രങ്ങൾ കഴുകി വെക്കും കേട്ടോ. എല്ലാ പാത്രങ്ങളും എടുക്കുമ്പോൾ അതിനനുസരിച്ച് ഞാൻ കഴുകി വെക്കാറുണ്ട്. അപ്പോൾ കുക്കറും കൂടി ഉണ്ടായി, അതും കൂടി കഴുകി വെച്ചപ്പോൾ ആ ഒരു പണിയും തീർന്നു. അപ്പോൾ ദേ ഇവിടെ കറി റെഡി ആയിട്ടുണ്ട്. ഉണക്കച്ചെമ്മീൻ കറി, പപ്പടം വറുത്തു. പിന്നെ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് കടലയും കൊള്ളിയും കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൂടുതൽ വെച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് അതും കുറച്ചുണ്ട് ഉച്ചത്തേക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ഉച്ചത്തെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.